കാസർഗോഡിൽ അട്ടിമറി വിജയം നേടാമെന്ന CPMന്റെ മോഹങ്ങൾ ഇക്കുറിയും വെറും മോഹങ്ങളായി തന്നെ അവശേഷിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പുറത്തുവന്ന സർവേകളെല്ലാം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കുമെന്നത് അടിവരയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM വലിയ വിജയം കാസർഗോഡിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. വലിയ വെല്ലുവിളികൾക്ക് നിൽക്കാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ഇക്കുറി കാസർഗോഡിൽ നിന്നും ലോക്സഭയിൽ എത്തുമെന്നതാണ് സർവേകൾ ഉറപ്പിച്ച് പറയുന്നത്. മറ്റു ലോക്സഭാ മണ്ഡലങ്ങളിൽ നടത്തിയ പല സർവേകളും വിജയികളെ പറ്റി പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ കാസർഗോഡിന്റെ കാര്യത്തിൽ മാത്രം സർവേകൾക്ക് പോലും സംശയങ്ങളില്ല. ഉണ്ണിത്താൻ തന്നെ വിജയിക്കുമെന്ന സർവേകൾ സംശയങ്ങൾക്ക് ഇട നൽകാതെ ഉറപ്പിച്ച് പറയുന്നുമുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന മനോരമ ന്യൂസ് VMR സർവേയും കാസർഗോഡിന് ലോക്സഭയിൽ മറ്റൊരവകാശിയുണ്ടെന്ന് പറയുന്നില്ല. വലിയ വിജയമാണ് സിറ്റിംഗ് MP കാത്തിരിക്കുന്നതെന്നും സർവേ സംശയങ്ങൾക്ക് ഇട നൽകാതെ പറയുന്നുമുണ്ട്. LDFന് വേണ്ടി MV ബാലകൃഷ്ണനും NDAക്ക് വേണ്ടി ML അശ്വിനിയുമാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുന്നത്. ആകെ പോൾ ചെയ്യുന്ന വോട്ടിന്റെ 43.9% വോട്ടും രാജ്മോഹൻ ഉണ്ണിത്താന്റെ പെട്ടിയിൽ വീഴും. രണ്ടാം സ്ഥാനത്തുള്ള CPMന്റെ MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് 33.03 വോട്ട് നേടാനാണ് സാധിക്കുകയുള്ളൂ എന്ന് സർവേ പറയുന്നുണ്ട്. അതായത് കാര്യമായ വെല്ലുവിളികൾ CPMന്റെ ഭാഗത്തു നിന്നും കാസർഗോഡ് കോൺഗ്രസിന് ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. NDA സ്ഥാനാർത്ഥി ML അശ്വനിക്ക് 22.02 വോട്ടും ലഭിക്കുമെന്നതാണ് മനോരമ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. വോട്ടിന്റെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരിക്കുന്നത്. 2019 കാസർഗോഡ് തന്റെ ആദ്യ അംഗത്തിൽ നേടിയതിനേക്കാൾ 10.06% വോട്ട് ഉണ്ണിത്താൻ നേടുമെന്നതാണ് സർവേ പറയുന്നത്. അതായത് CPM സിറ്റിംഗ് MPക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്ന നുണബോംബുകൾ വോട്ടർമാരെ സ്വാധീനിക്കുന്നില്ലെന്ന് വോട്ട് ശതമാനം കൂടിയതോടെ തെളിയുകയാണ്. വോട്ട് വിഹിതത്തിൽ നേരിയ കുറവ് 2019 അപേക്ഷിച്ച് UDFനുണ്ട്. 0.08% വോട്ടാണ് കുറയുന്നത്. LDFിലേക്ക് വന്നാൽ വലിയ കുറവാണ് വോട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. അവർക്ക് 2019 ലഭിച്ചതിനേക്കാൾ 6.47% വോട്ട് കുറയുമെന്നതാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഈ വോട്ട് എവിടെ പോയി എന്ന ചോദ്യത്തിന് NDA സ്ഥാനാർത്ഥിയുടെ വോട്ട് വീതത്തിൽ ഉണ്ടാകുന്ന വർധനവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2019 6.20% വോട്ട് NDA സ്ഥാനാർത്ഥിക്ക് കൂടുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് LDFന് കുറഞ്ഞ വോട്ട് ശതമാനം NDAക്ക് കൃത്യമായി കൂടിയിട്ടുണ്ട്. UDFനെ തോൽപ്പിക്കാൻ LDF BJPക്ക് വോട്ട് മറിക്കുമെന്ന സൂചനകളും ഈ സർവേക്ക് പിന്നിൽ മറഞ്ഞു നിൽക്കുന്നുണ്ട്. 2019 വലിയ ഭൂരിപക്ഷം രാജ്മോഹൻ ഉണ്ണിത്താനെ കാത്തിരിക്കുന്നതിന്റെ ആവേശം കാസർകോട്ടെ UDF ക്യാമ്പിനെ ആവേശത്തിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. 2019 LDFനേക്കാൾ 3% മാത്രം അധികം വോട്ട് നേടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ UDF കാസർഗോഡ് മണ്ഡലം പിടിച്ചെടുത്തതെങ്കിൽ ഇക്കുറി 7% അധികം നേടി 10%-ലധികമായി വോട്ട് വീതം കൂട്ടാനും രാജ്മോഹൻ ഉണ്ണിത്താന് സാധിക്കുന്നു എന്നതാണ് സർവേ പറയുന്നത്.